ഇതാണ് ഇവിടുത്തെ ഗ്യാരേജ്. പൊന്നൂന്റെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മുടെ തുണികൾ അങ്ങനെ എല്ലാം ക്യാരവാനോട് ഇവിടെ പറഞ്ഞിട്ടോ. നല്ലോണം ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, പൊന്നു നാട് രാവിലെ എണീച്ച് ചായ ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല. ചായയും ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഷിനോയ് ചേട്ടായി വാങ്ങി സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. ഷിനോയ് ചേട്ടായി ലണ്ടനിൽ പോയതാ. അപ്പൊ നമ്മളോട് രാവിലെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് സെറ്റാവാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മള് കുഞ്ഞിപ്പെണ്ണ് നാടുകൾക്ക് അടപ്പുണ്ട്. എന്തിന്റെ പിന്നെ അല്ലാണ്ടോ കണ്ടോ എന്റെ സ്നേഹമതിയായ ഭാര്യനെ കണ്ടോ? ചേട്ടാ കോഫി കണ്ട നീ ലവ്. അപ്പൊ കൂട്ടുകാരെ, രാവിലെ എണീച്ച് ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്കിനി ക്യാരവാൻ പോയിട്ട് സെറ്റ് ആക്കാനുണ്ട്. ക്യാരവാനിലുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് എന്താക്കണം, പാക്ക് ചെയ്യാൻ തുടങ്ങണം. ഇന്ന് അതിന്റെ പണിയാണ്. ഇന്ന് അതിന്റെ പണിയാണ്. നമ്മുടെ ക്യാരവാൻ ലൈഫ് അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ ഔദ്യോഗികമായി നമ്മള് നിർത്തുകയെന്നല്ല, നമ്മള് നിർത്തുകയാണ്. അപ്പൊ നമ്മള് തുടങ്ങിയെടുത്ത് അവിടെ വന്ന് നിന്നു. അപ്പൊ അങ്ങനെയാണ് കൂട്ടുകാരെ. നമ്മളപ്പോ ഇനി ക്യാരവാനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പുറത്തെടുത്ത് വെച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് ക്യാരവാൻ മൊത്തം ഒന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്യാരവാൻ സെയിലാക്കാൻ നോക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്. അപ്പം അതാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എങ്കിലാണ് എനർജറ്റിക് ആയിട്ട് നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട കുഴിച്ച് തന്നേക്കുന്നത്. കാപ്പിയാണോ? അല്ല, ചായ. കാപ്പിനെക്കാട്ടും ഇഷ്ടം ചായയാണ്. ഏലക്കൊക്കെ ഇട്ട്. അപ്പൊ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ പുറത്ത് നല്ല മഴ കേട്ടോ. രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ രാവിലെ തൊട്ട് മൊത്തം മഴ. ഇപ്പാണ് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊണ്ട് അങ്ങോട്ട് പോക്ക് നടക്കില്ല. അപ്പൊ നമുക്ക് ക്യാരവാൻ എന്നുള്ള നമ്മുടെ തുണി ഫസ്റ്റ് അൺലോഡ് ചെയ്യണം. അൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള തുണി മാത്രം എടുത്തിട്ട് ബാക്കി തുണിയൊക്കെ നമ്മൾ കളയും കേട്ടോ. അപ്പൊ തുണിയൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാരവാനിലേക്ക് പോവാ. ഇപ്പം നമ്മുടെ പെട്ടിയിലേക്കെല്ലാം മാറ്റി വെക്കണം. ഇനി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരവാൻ നോക്കാൻ ആൾക്കാർ വരും. ക്യാരവാൻ നോക്കാം. അതിൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും മൊത്തം കൺജസ്റ്റഡ് ആയിരിക്കില്ലേ. അപ്പൊ എല്ലാം ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് വൃത്തിയാക്കി വെക്കാൻ കേട്ടോ ക്യാരവാന്. മഴ പുറത്തായതുകൊണ്ട് ഇപ്പൊ പൊന്നും കുഞ്ഞും പുറത്തേക്ക് വരുന്നില്ല. ഞാൻ മാത്രമായിട്ട് പോകുന്നേ. കൂടെ ഉണ്ട്. കോട്ടെ അപ്പൊ കുറച്ച് തുണി എടുത്തിട്ട് വേണ്ട വരാൻ. നമുക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് എടുത്തോണ്ട് വരാൻ നടക്കത്തില്ല. നമ്മുടെ എല്ലാ ഡ്രസ്സും നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്നൊന്നുമില്ല. നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരവാൻ ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ മഴയൊക്കെ കൊണ്ട് കിടക്കുന്നുണ്ടോ? വണ്ടീൻ്റെ കോലം നോക്ക്. നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു മൊത്തം ചെളിയായിരിക്കാന്ന്. ഇതാണ് കേട്ടോ കോലം. നമ്മളാ മരത്തിൻ്റെ ചോട്ടൊന്ന് പറ്റിയതാ. മൊത്തം കണ്ടോ ചെളിയൊക്കെ ആയിട്ട് നല്ല കോലമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരവാൻ തുറന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കൂട്ടുകാർ ഇപ്പോഴത്തെ ക്യാരവാൻ്റെ അവസ്ഥ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മുടെ പുതപ്പും അങ്ങനെ സാധനങ്ങളെല്ലാം ഇവിടെ അലങ്കോലായി കിടക്കുക. എല്ലാ സാധനങ്ങളും ഇനി എടുത്തിട്ടുണ്ട്. വണ്ടി ഓടിയപ്പോൾ ക്യാരവാൻ ഓടിയപ്പോൾ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ തുണിയൊക്കെ ആണെങ്കിൽ ഉണങ്ങിയിട്ട് നമ്മൾ മടക്കിയൊന്നും വെച്ചില്ല. മൊത്തം അലങ്കോലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ കൊണ്ടുപോയി മടക്കിന്ന് വെക്കണം. തുണീൻ്റെ കൊട്ട എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊട്ട നേരെ ഇനി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. പുനുവിന് കൊണ്ടുപോയി കൊടുക്കണം. പുനു അപ്പോൾ അവിടെ നിന്നിട്ട് ഇതൊക്കെ പൊട്ടിപ്പോയിട്ടോ. ഇത് എടുക്ക് നമ്മൾ നല്ല വെയിറ്റ് ഒക്കെ വന്നിട്ട് ഇതിങ്ങനെ ഇവിടെ പിടിച്ച് പൊക്കിയത്. അപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ ഊരിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നാക്കി എടുത്താലാണ് ഇതിനി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് നല്ല മഴയാട്ടോ കൂട്ടുകാരെ. കണ്ടോ നല്ലോണം ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ക്യാമറ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. നല്ലോണം ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. എന്റെ മോനെ കോട കൊടുക്കടാ. ഇച്ചുള്ള തുണിയെല്ലാം പേടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. കൊട പപ്പടക്കൊടയായിപ്പോയി. നോക്കിയോ അടിപൊളി. എന്റെ പൊന്നേ, ഈ സാധനം പൊട്ടിപ്പോയി. ബെസ്റ്റ്. കളയാ എടാ അത് മടക്ക്. അശ്ചേച്ചിന്റെ കൊട. കുഞ്ഞിപ്പെണ്ണിന്റെ വീഡിയോ ടിവിയിൽ കണ്ടിട്ട് ചിരിക്കും കേട്ടോ. എന്നെ കണ്ടിട്ട് ചിരിക്കുക. ആരും ടിവിയില്. അയ്യോ എന്നാ കൊച്ചു മാത്രം കേൾക്കുന്നുള്ളല്ലോ ദൈവമേ. ഇതെന്താണ്? എന്റെ ദൈവമേ. എല്ലാം എടുത്തോ? ഇനിയുണ്ട്
ഇനി മഞ്ഞക്കോട്ടയും കൂടെ ഉണ്ട്. കുഞ്ഞിപ്പെണ്ണിന്റെ തുണി മാറ്റിയാണോ എടുത്തേക്കുന്നത്? ആ കുഞ്ഞുകൂടി മാറ്റി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാ? എൻ്റെ കൂട്ടുകാരെ നല്ല മഴയാട്ടോ. ഞാൻ ആ കുടയും എടുത്തോണ്ട് വന്നാൽ നടക്കത്തില്ല. കുട എടുത്തിട്ട് വരുമ്പോൾ അത് പപ്പടം പോലെ ആയി പോവാണ് കേട്ടോ. ഈ മഴയത്ത് ഇങ്ങനെ കാറ്റുമുണ്ട്, അപ്പം പെട്ടെന്ന് പപ്പടം പോലെ ആയി പോവാ. അതുകൊണ്ട് കുട എടുക്കാണ്ടാട്ടോ വന്നേ. നല്ലോണം ചേർന്നുണ്ട്, നല്ല ഏറ്റവും മഴ കേട്ടോ. നമ്മൾ വാതിൽ തുറന്നിട്ടാട്ടോ വന്നേ. ഇവിടെ അങ്ങനെ ആരും എടുത്തിട്ട് പോകത്തൊന്നുമില്ല സാധനങ്ങളൊന്നും, അതുകൊണ്ട് വാതിൽ തുറന്നിട്ട് വന്നു. അപ്പോൾ ഇനി ഇതാണ് മഞ്ഞപ്പെട്ടി. ഈ മഞ്ഞപ്പെട്ടി നമുക്ക് ഇനി അകത്തോണ്ട് വെക്കാം. എൻ്റെ അമ്മേ നല്ല കാനുണ്ട് കേട്ടോ ഇതിന്. ഇത് കാണാൻ ചെറുതാണെങ്കിലും നല്ല കാനമുണ്ട് കേട്ടോ ഇതിനകത്ത്. നിറച്ചും തുണി ഇതിനകത്ത്, അപ്പോൾ അതിൻ്റെതായ വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല കാനമുണ്ട്. നമ്മൾ ക്യാരവാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാരവാനകത്ത് ലോഡ് ചെയ്ത സമയത്ത് ഇവിടെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ അൺലോഡ് ക്യാരവാൻ ലൈഫൊക്കെ തീർന്ന് അൺലോഡ് ചെയ്യുന്ന സമയമായി ഇപ്പം നല്ല മഴ കേട്ടോ. എന്താ അല്ലേ, തുടങ്ങിയപ്പോൾ വെയിൽ, കഴിഞ്ഞപ്പോൾ മഴ. ഇത് കണ്ടോ, ഇവിടുത്തെ നിലമൊക്കെ കണ്ടാൽ തോന്നുന്നു ഇപ്പോൾ തെന്നി വീഴുമെന്ന്. നല്ല പായലുള്ള പോലെ ഉണ്ട്, പക്ഷേ ചവിട്ടുമ്പോണ്ടല്ലോ അങ്ങനെ തെന്നലൊന്നുമില്ല, തെന്നലൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ എത്തി. ഇനി അകത്ത് കയറണം. ഇത് നമ്മുടെ ചാനൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനേ അതിൽ ഓരോ വീഡിയോ വെച്ചിട്ടോ, അപ്പൊ അതില് നമ്മളിങ്ങനെ കുഞ്ഞിപ്പെണ്ണെ എന്നൊക്കെ നീ വിളിക്കില്ലേ, അപ്പത്തേക്ക് കുഞ്ഞിപ്പെണ്ണെ പൊട്ടി പൊട്ടി ചിരിക്കുക. കോമഡി ആയിരുന്നടാ. സ്കൈ ഒറ്റല്ല മഴ. സ്കൈ ബേബി കുഞ്ഞു മഴ കാണിക്കാൻ കൊണ്ടായാലോ? വേണ്ട വേണ്ട, മഴയത്ത് ഇറങ്ങണം, പിന്നെ കുളിക്കണം. സ്കൈ ഞാൻ നാട്ടിൽ വരുമ്പോഴേ ജലദോഷം ഒന്ന് പിടിപ്പിക്കാൻ നോക്കട്ടെ. നോക്കട്ടെ ഞാൻ ബാക്കി എടുത്തിട്ട് വരാം. ഇല്ലില്ല വേണ്ട. അപ്പൊ അങ്ങനെ വീണ്ടും ക്യാരവാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മണ്ടത്തരം കാണിച്ചു. എന്താ വെച്ചാല് നമ്മുടെ കയ്യിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മഴയത്ത് ഇട്ടാലും അങ്ങനെ അധികം വെള്ളമൊന്നും ഉള്ളിലേക്കാവത്തില്ല. ഇതിട്ടാൽ മതിയായിരുന്നു മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തൊപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു സെറ്റ് തുണിയും കൂടി ആയിട്ടുണ്ട്. നമ്മുടെ തുണികൾ അങ്ങനെ എല്ലാം ക്യാരവാനോട് ഇവിടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ തുണിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഇത്രയും തുണിയുണ്ട്. യാത്ര തുണികളൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലതും ചീത്തയൊക്കെ ആയിട്ട് വേർതിരിച്ചോണ്ടിരിക്കുക കേട്ടോ. എന്നാ പറ്റി? എന്നാ പറ്റി? നടുവിനല്ലേ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ ഇവിടെ വേണ്ടേ ഇങ്ങോട്ട് നോക്കിയിരിക്കുക കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ഊർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇറക്കത്തിലാക്കി ഇങ്ങനെ കടത്തിയേക്കോട്ടെ, ഇങ്ങനെ ഒരു കുഴിയിൽ. കുഞ്ഞിപ്പണപ്പോൾ ഇവിടെ കറപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ പെട്ടെന്ന് ഞൊഴിഞ്ഞു പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി ഇതിപ്പോൾ പെട്ടെന്ന് സെറ്റാക്കാൻ പോട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ ഡ്രസ് ഇതില്, നിന്റെ ഡ്രസ് ഇതിലിടാം. അല്ല നിന്റെതാ കൂടുതൽ. ഇത്രയും തുണി എനിക്ക് കുറവാട്ടോ. ഡ്രസ് ഇച്ചയ്ക്കാണ് കൂടുതൽ, പക്ഷെ ഇച്ചന്റെ എല്ലാം ഞാൻ ഇടുന്നു മാത്രം. എന്റെ എല്ലാം അവിടെ എടുത്തിടും. ഇതാ എംബ്ലത്തിലെ തൊപ്പി ഇതാട്ടോ, ലോഗോയിലെ തൊപ്പിയാണ്. ഗിഫ്റ്റ് കിട്ടിയ തൊപ്പിയല്ലേ? ഗിഫ്റ്റ് കിട്ടിയ തൊപ്പിയാ. പരീക്ഷയിൽ നല്ല മാർക്ക് മേടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇവക്ക് ഇരിക്കട്ടെ കുറച്ചു നേരം. എന്നാ പെട്ടെന്ന് തങ്ങാ. രണ്ടുപേരും എല്ലാ തുണിയും കൊണ്ടിരുന്നാൽ ശരിയാവാത്ത കാരണം ഞാൻ എന്റെ തുണി, ഇച്ചെന്റെ തുണി, അങ്ങനെ തീരുമാനിച്ചങ്ങൾ. പൊന്നൂന് വഴി, എനിക്ക് എന്റെ വഴി. കുഞ്ഞുവേ, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ കൊറേ തുണി വലിഞ്ഞു പോയില്ലായിരുന്നു, അതേപോലെ ശുങ്ങിപ്പോയി തീർന്നു. എനിക്കൊരു തുണിയും പാകല്ല. പ്രഗ്നൻസി കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം, ഈ പ്രഗ്നൻസി കഴിയുന്നതിന് മുന്നേ കുറെ തുണി ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഒന്നും ഇടാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ പ്രഗ്നന്റ് ആയിരുന്നപ്പോ തുണി അധികം മേടിച്ചില്ല കേട്ടോ. മേടിച്ചൊക്കെ നല്ല ലൂസ് ആയിട്ടുള്ളതായിരുന്നു മേടിച്ചതും. ഇനി അടുത്തോട്ട് പ്രഗ്നന്റ് ആകുമ്പോൾ ഇടാൻ പറ്റുള്ളൂ. കോമഡിയാ. അപ്പം നമ്മുടെ തുണികളൊക്കെ ഏകദേശം നമ്മൾ മടക്കി സെറ്റാക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ. അപ്പോൾ കുറച്ച് മടക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അപ്പം തന്നെ പെട്ടിയിലേക്ക് മാറ്റാൻ വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ പെട്ടി ഇവിടെ ഈ ഗ്യാരേജിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഗ്യാരേജ് തുറന്നിട്ട് എടുക്കണം. നമ്മൾ ക്യാരവാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ കുറേ തുണി സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറ്റി വെച്ചായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഗ്യാരേജ്. അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പെട്ടിയുള്ളത്. അപ്പോൾ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ താഴെ നമ്മൾ ഊഴിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണതെന്ന് ഈ ഗ്യാരേജ് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്തിട്ട് എന്താ സംഭവം കണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ പോകും കേട്ടോ. അടി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഇത് കണ്ടോ ഇങ്ങനെ ആവുന്നുണ്ട്. ഇത് വളരെ സെറ്റപ്പ്. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ ഇതാണ് ഗ്യാരേജ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഈ പെട്ടികളാണ് കേട്ടോ. കണ്ടോ 1 2 അതുപോലെ 3 4 4 നമ്മുടെ പെട്ടികളാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പേസ് ആണ് ഈ ഗ്യാരേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് എല്ലാ മിക്ക വീടുകളും ഇവിടെ ഇംഗ്ലണ്ടിലുണ്ടാവും കേട്ടോ, ഗ്യാരേജ് സ്പേസ് ആയിട്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെക്കും, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ട പെട്ടികൾ 1 2 3 4 ഈ 4 പെട്ടി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണല്ലോ കേട്ടോ. ഇനി അടയ്ക്കണം, തള്ളി അടയ്ക്കണം കേട്ടോ. കണ്ടോ വലിച്ചപ്പോൾ ലോക്കായി.
ലോക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനി അടച്ച് പൂട്ടണം. അടച്ച് പൂട്ടി ലോക്ക് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കേട്ടോ. ക്യാരവാനിലേക്ക് പോകുന്നു, പെട്ടി എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട്. മഴയൊക്കെ ചാറ്റൽ മഴയൊക്കെ ചെറുതായിട്ടാണ് പെയ്യുന്നുള്ളൂ കേട്ടോ. വലിയ മഴയൊന്നുമില്ല ഇപ്പം, എങ്കിലും മഴയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആ പറഞ്ഞ ട്രാവൽ ബാഗ്. ഇത് നമുക്ക് വേണ്ട, ഇത് കുഷ്യനാണ്, നടുക്ക് വെക്കുന്ന കുഷ്യനാണ് കേട്ടോ. ശരിക്കും ഇത് 2 സോഫ പോലെ, അവിടെ ഒരു സോഫ ഇവിടെ ഒരു സോഫ, പിന്നെന്താണ് ഇത് നടുക്ക് ഇങ്ങനെ 2 പലക വെച്ചിട്ട് നമ്മളിങ്ങനെ ബെഡ് പോലെ ആക്കിയതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ക്യാരവാൻ ഇങ്ങനെ യൂസ് ചെയ്യുക, ഒന്നിച്ചിങ്ങനെ നിവർന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഇപ്പുറ സൈഡിൽ ഒരാൾക്ക് കിടക്കാം. അങ്ങനെയാണ് കേട്ടോ ശരിക്കും ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നടുക്ക് ഇങ്ങനെ 2 പലക വെച്ചിട്ട് നടുക്ക് 2 കൂടെ സെറ്റാക്കി വെച്ചാൽ 3 പേർക്ക് കിടക്കാനുള്ള രീതിയിലാണ് ഇങ്ങനെ ക്യാരവാൻ ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു സാധനം ഫസ്റ്റ് എടുത്ത് മാറ്റാം. ഇത് ടേബിളായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനമാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കണ്ടോ, അതിൻ്റെ അടിയിൽ നമ്മൾ വെച്ചിരുന്ന സാധനങ്ങളാണ് ഇത്. ഈ ഒരു പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തുണികൾ. കണ്ടോ, ഈ ഡ്രോ തുറന്നപ്പോൾ ഇത്രയും തുണികളുണ്ട്. ഈ ബാഗ് കാണുന്ന മൊത്തം തുണികളാണ് കേട്ടോ. കണ്ടോ, ഇതൊരു സാധനം കണ്ടോ, ഇത് കിറ്റ്കാറ്റ് എന്തോ തിന്നിട്ടിട്ടേക്കുന്ന കേട്ടോ. കണ്ടോ, കിറ്റ്കാറ്റ് ഞാൻ ഉള്ളിൽ ചാടി കിടപ്പുണ്ടോ, പക്ഷെ അത് എന്തോ തിന്നിട്ടിട്ടേക്കുന്ന പോലെ ഉണ്ടല്ലോ. പാറ്റയോ എലിയായിരിക്കുമോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ പൂച്ചേനെ? കണ്ടോ, അവൻ കാണാൻ വന്നിട്ടോ. നമ്മൾ പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ക്യാരവാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പൂച്ച ഉണ്ടായിരുന്നു ഇവിടെ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ തുണി ഇവിടെ കുറെ മടക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തുണി ഇവിടെ, ഇച്ചേൻ്റെ തുണി അവിടെ, അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെയും കുറെ പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയിച്ചേ, നമ്മൾ വന്നപ്പോൾ കുറെ സാധനം കൊണ്ടുവന്നില്ലേ, മിക്സി, ജാറ, അത് ഇതൊക്കെ. പോകുമ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഇത്രയും പെട്ടിന്റെ ആവശ്യമുണ്ടോ? 2 കുക്കറും കുറെ പാത്രങ്ങളും, നമുക്ക് അധികം വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. എന്തായാലും പുതിയ മിക്സി ഉണ്ട്, പുതിയ മറ്റേ എന്തൊക്കെയാണ് തേപ്പൊട്ടി ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സാധനങ്ങളൊക്കെ നമ്മള് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടാട്ടോ പോവാ. നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് പോകും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വെയിറ്റ് അധികം കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മുടെ പെട്ടി കൊണ്ടുപോകണം. നമ്മുടെ കുഞ്ഞിപ്പാക്രു അതിൽ കിടക്കുന്നുണ്ട് അവിടെ. കുഞ്ഞിപ്പാക്രുവിനെ സേഫായിട്ട് കിടത്തിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇത്രയും പെട്ടി പാക്ക് ചെയ്ത് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടായ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ടിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പൊന്നു താണ്ടെ കുക്കിംഗ് ആണ്. പൊന്നു കറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പൊന്നു എന്നാ കറി വെക്കുന്നേ? ചിക്കൻ കറി വെക്കണം കേട്ടോ. കുക്കറിൽ നമ്മുടെ ചോറ് ഇരിപ്പുണ്ട്. അപ്പൊ ചോറ് ചിക്കൻ കറിയും കൂട്ടി ഫുഡ് കഴിക്കണം. അപ്പൊ കൂട്ടുകാരെ, ഏതാണ്ട് ഫുഡൊക്കെ സെറ്റായി, ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും അടുത്ത സാധനങ്ങളൊക്കെ എല്ലാം എടുത്തുണ്ടോ, പെട്ടിക്കകത്തേക്ക് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും മടുത്ത് പൊന്നൊരു കോലം കണ്ടോ. മടുത്തെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും അലങ്കോലായി കിടക്കല്ലേ, എല്ലായിടത്തും മടക്കി എടുത്ത് വെച്ച്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് നല്ല മോര് കറി, ചിക്കൻ കറി കൂട്ടി കഴിക്കും. അപ്പൊ കൂട്ടുകാരെ, ഏതാണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണെ കുളിപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. കുഞ്ഞിപ്പെണ്ണങ്ങനെ ആദ്യമായിട്ട് ബാത്ത് ടബിൽ ഇങ്ങനെ കറത്തിട്ട് കുളിപ്പിക്കുക. നീന്താനുള്ള പരിപാടി തോന്നുന്നു ഈ പെണ്ണ്. കയ്യെ കുത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് വെള്ളത്തില്. ഇവിടെ വെള്ളം ചാടുന്നുണ്ടോ, അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയുണ്ട് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കൈ ഇങ്ങനെ നല്ലോണം സപ്പോർട്ട് കൊടുക്കണം. ഫസ്റ്റ് ബാത്ത് കുളി, കരിവിന്റെ ആദ്യത്തെ ബാത്താട്ടോ. കൊച്ചാണ് അവന്റെ മുന്നേ. ഇഷ്ട